ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മളെല്ലാവരും പഠിച്ചതാണ്. വിറ്റാക്കറിന്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ് ആ ഫൈവ് കിങ്ഡത്തിൽ വരുന്ന ആളുകൾ? കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. മുനീർ അല്ല, മൊനീറ. ഓക്കെ, മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അതിൽ പ്ലാന്റയുടെയും അനിമേലിയയുടെയും പ്രത്യേകതകൾ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നുണ്ട്, നമുക്ക് ഏകദേശമൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ മറ്റ് മൂന്ന് ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് ആര്? കിങ്ഡം മൊനീറ. മൊനീറ എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾ എല്ലാവരും എവിടെയായിരിക്കും? കിങ്ഡം മൊനീറയിലായിരിക്കും എന്ന് ആര് പറഞ്ഞു? വിറ്റാക്കർ പറഞ്ഞു. എന്താ അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടുകളാണ്. അതായത് ആകെ ഒറ്റ കോശം ഉണ്ടാവുള്ളൂ, പിന്നെ അവർ പ്രോകാരിയോട്ടുകളായിരിക്കും. അതായത് ആ കോശത്തിന്റെ നടുവിൽ എന്തുണ്ടാവില്ല? ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതാണ് പ്രോകാരിയോട്ടിന്റെ പ്രത്യേകത. യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടീമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റകൾക്ക് ഉദാഹരണം ആരൊക്കെയെന്ന് ചോദിച്ചാൽ അമീബ, പാരമീസിയം, യൂഗ്ലീന. അമീബ, പാരമീസിയം, യൂഗ്ലീന. യൂഗ്ലീന, അമീബ, പാരമീസിയം. ഓക്കെ, എങ്ങനെയൊക്കെ പഠിക്കാം. അമീബ, പാരമീസിയം, യൂഗ്ലീന, ഇവർ മൂന്നാളാണ് ആര്? കിങ്ഡം പ്രോട്ടിസ്റ്റക്ക് ഉദാഹരണം. ഓക്കെ, അപ്പൊ അമീബകളൊക്കെ ആരാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റകളാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടുകളായിരിക്കും. അതായത് അവരും ഏകകോശ ജീവികളാണ്, പക്ഷെ അവരെന്തായിരിക്കും? യൂക്കാരിയോട്ട്. എന്താ സാർ യൂക്കാരിയോട്ട്? അതായത് കോശത്തിന് നടുവിൽ എന്തുണ്ടാകും? ന്യൂക്ലിയസ് ഉണ്ടാകും. അതാണ് യൂക്കാരിയോട്ടുകൾ. മറ്റേത് പ്രോകാരിയോട്ട്. പിന്നെ അടുത്ത ടീമാണ് കിങ്ഡം ഫഞ്ചൈ. ഫഞ്ചൈയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ യൂണിസെല്ലുലാറും ആവാം, മൾട്ടി സെല്ലുലാറും ആവാം, ഏകകോശ ജീവികളുമാവാം, ബഹുകോശ ജീവികളുമാവാം, രണ്ടുമാവാം. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സാപ്രോഫൈറ്റ്സുകളാണ്, മൃതഭോജികളാണ്. അതായത് അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല. ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ചത്തു ചീഞ്ഞളിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിസംസ് ഉണ്ടാവും. ആ ഡെഡ് ഓർഗാനിസത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? അവർ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുക. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ മൃതഭോജികൾ അല്ലെങ്കിൽ ശവഭോജികൾ എന്നും വിളിക്കാറുണ്ട്. മൃതഭോജികൾ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഇതിനൊരു ഉദാഹരണം, കിങ്ഡം ഫംഗൈക്ക് ഒരു ഉദാഹരണം ജസ്റ്റ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. സീ യു സൂൺ.